ഉദയ് കൃഷ്ണ CBK തോമസിന്റെ തിരക്കഥയിൽ പോക്രി രാജ സംവിധാനം ചെയ്തതോടെയാണ് വൈശാഖ് സ്വതന്ത്ര സംവിധായകനാകുന്നത്. ഇപ്പോൾ ഉദയ് കൃഷ്ണ സ്വതന്ത്ര തിരക്കഥാകൃത്തായപ്പോൾ ആദ്യം എഴുതുന്ന തിരക്കഥയും സിനിമയാക്കാനുള്ള നിയോഗം വൈശാഖിനാണ്. അത് മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാവുകയാണ്. മോഹൻലാൽ ഇതുവരെ അഭിനയിച്ച ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ് നൽകിയ പുലിമുരുകൻ എന്ന ആ ചിത്രത്തിൽ വിസ്മയങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സംവിധായകൻ വൈശാഖ് പറയുന്നത് ഇങ്ങനെ: പുലിമുരുകന്റെ ആദ്യഘട്ട ചിത്രീകരണം തുടങ്ങിയത് വിയറ്റ്നാമിലായിരുന്നു. അവിടേക്കുള്ള യാത്രയിലാണ് ലാലേട്ടനെ ഞാൻ അടുത്തറിയുന്നത്. ലാലേട്ടന്റെ സിനിമ കരിയർ തുടങ്ങുമ്പോഴാണ് എന്റെ ജനനം. കുഞ്ഞുനാളിലെ ആരാധനയോടെ കണ്ടിരുന്ന താരത്തിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു അദ്ദേഹം. വളരെ ഡൗൺ ടു എർത്തായി എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാൾ പെരുമാറുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. അതിനാൽ വിയറ്റ്നാമിൽ നിന്ന് പീറ്റർ ഹെയ്ൻ ഒരുക്കിയ ആക്ഷൻ സീക്വൻസുകളിലൊക്കെ അഭിനയിപ്പിക്കുമ്പോൾ ഞാൻ വലിയ കംഫർട്ട് സോണിലായിരുന്നു. 6 മാസത്തോളം ലാലേട്ടനൊപ്പം പ്രവർത്തിച്ചത് ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി പഠനം തന്നെയായിരുന്നു. അഭിനയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യത്വം എന്താണെന്നും നല്ലൊരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്നും കൂടിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ലാലേട്ടൻ വാങ്ങുന്ന പ്രതിഫലം വരെ കുറച്ചാണ് പുലിമുരുകനിൽ എത്തിയത്. കാരണം ആ സിനിമ യാഥാർത്ഥ്യമാകണമെന്ന് അത്രയേറെ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലമാണ് ടെക്നീഷ്യന്മാർക്കെല്ലാം നൽകിയത്. 3 സിനിമ ചെയ്യുന്ന സമയം എല്ലാവർക്കും നഷ്ടമായി. എന്നിട്ടും താരങ്ങളും പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. ലാലേട്ടൻ 90 ദിവസത്തെ ഡേറ്റ് ആണ് ആദ്യം നൽകിയത്. ഞങ്ങൾ ലൊക്കേഷൻ കാണാനും മറ്റു ജോലികൾക്കുമെല്ലാം ചെറിയ ലോഡ്ജുകളിലും ഡോർമെന്ററിയിലും ആണ് താമസിച്ചത്. സിനിമയിലെ ലക്ഷറി ജീവിതം എവിടെയൊക്കെ കുറയ്ക്കാമോ അത്രയും കുറച്ച് സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടി പണം ചെലവിടുകയായിരുന്നു. എല്ലാവരും ശമ്പളമൊന്നും പ്രശ്നമാക്കാതെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്തു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.